നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉദ്ഘാടനം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ടും ഗുരുവായൂർ KSRTC ഡ്രൈവിംഗ് സ്കൂളിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിശ്ചലാവസ്ഥയിലെന്ന് ആക്ഷേപം. പരിശീലനത്തിനായി പണമടച്ചവർ ദുരിതത്തിൽ. ജനകീയ പ്രതിഷേധത്തിലേക്ക് കടക്കാനൊരുങ്ങി നാട്ടുകാർ. ചാവക്കാട് എടക്കഴിയൂരിൽ സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രിക മരിച്ചു. മലപ്പുറം പാലപ്പെട്ടി തെക്കേപ്പുറത്ത് മുംതാസാണ് മരിച്ചത്. തിച്ചൂരിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. തൃശൂരിൽ ആനയിടഞ്ഞു. കൊല്ലത്തു നിന്നെത്തിച്ച ശിവം ലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് വിരണ്ടോടിയത്. ജനവാസ മേഖലയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ച് വിരണ്ടോടിയ ആന കാറും ബൈക്കും ഓട്ടോയും കുത്തിമറിച്ചു. കണ്ടാണശ്ശേരി പാടശേഖരത്തിൽ രാത്രിയുടെ മറവിൽ നിലം നികത്തിയതിനെതിരെ നടപടി സ്വീകരിച്ച് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും കൃഷി വകുപ്പും. നിലം നികത്തലിനെതിരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിക്കുന്നതിന് പോലീസിന് നിർദ്ദേശം നൽകി. വിശദമായ വാർത്തയിലേക്ക്. ഉദ്ഘാടനം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ടും ഗുരുവായൂർ KSRTC ഡ്രൈവിംഗ് സ്കൂളിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിശ്ചലാവസ്ഥയിലെന്ന് ആക്ഷേപം. പരിശീലനത്തിനായി പണമടച്ചവർ ദുരിതത്തിൽ. ജനകീയ പ്രതിഷേധത്തിലേക്ക് കടക്കാനൊരുങ്ങി നാട്ടുകാർ. ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടിട്ടും ഒരു വ്യക്തിക്ക് പോലും ഇവിടെ നിന്ന് പരിശീലനം നൽകാൻ KSRTCക്ക് കഴിഞ്ഞിട്ടില്ല. ഇതോടെ സംസ്ഥാനത്തെ KSRTCയുടെ 34ാമത് ഡ്രൈവിംഗ് സ്കൂൾ തുടക്കത്തിലെ കട്ടപ്പുറത്തായ അവസ്ഥയിലാണ്. നിലവിലെ KSRTC കെട്ടിടത്തിൽ 2 മുറികൾ ഓഫീസിനായി അനുവദിച്ചതൊഴിച്ചാൽ മറ്റ് യാതൊരു പുരോഗതിയും പദ്ധതിക്കില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നടത്തിയ ധൃതി പിടിച്ചുള്ള ഉദ്ഘാടനമായിരുന്നു ഇതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ചാവക്കാട് നഗരസഭാ ഗ്രൗണ്ടാണ് ഡ്രൈവിംഗ് പരിശീലനത്തിനായി ആദ്യം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ആവശ്യത്തിന് മുൻകരുതലുകളോ പഠനങ്ങളോ നടത്താതെയാണ് ഈ സ്ഥലം തെരഞ്ഞെടുത്തത്. ഒടുവിൽ സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഇവിടെ പരിശീലനം നൽകാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അധികൃതർ കൈമലർത്തി. നിലവിൽ KSRTC ഡിപ്പോയിൽ തന്നെ സൗകര്യമൊരുക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ ഔദ്യോഗിക നടപടിക്രമങ്ങൾ എങ്ങുമെത്തിയിട്ടില്ല. ഉദ്ഘാടനത്തിന്റെ പിറ്റേന്ന് തന്നെ തിരുവനന്തപുരത്ത് നിന്നും പരിശീലനത്തിനായുള്ള കാർ എത്തിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു വാഹനം പോലും ഗുരുവായൂർ ഡിപ്പോയിൽ എത്തിയിട്ടില്ല. ഇതിനിടെ KSRTCയെ വിശ്വസിച്ച് ഇരുചക്രവാഹന ലൈസൻസിനായി 9 പേർ ഫീസ് അടച്ച് പേര് രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ 10 പേർ തികയാതെ പരിശീലനം ആരംഭിക്കാൻ കഴിയില്ലെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ നൽകുന്ന വിചിത്രമായ മറുപടി. ഒരാളുടെ കുറവ് പറഞ്ഞ് തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിനെതിരെ കടുത്ത അമർഷത്തിലാണ് അപേക്ഷകർ. പണമടച്ചവർക്ക് എന്നു മുതൽ പരിശീലനം തുടങ്ങാനാകുമെന്ന് പറയാൻ പോലും ഓഫീസിലാളില്ല. ഓഫീസിന്റെ പ്രവർത്തനം തീർത്തും അകാര്യക്ഷമമാണ്. അടച്ച പണം തിരികെ കിട്ടാനും വഴിയില്ലാതായതോടെ അപേക്ഷകർ ദുരിതത്തിലാണ്. KSRTCയുടെ ഈ കടുത്ത ജനദ്രോഹ നിലപാടിനെതിരെ ശക്തമായ ജനകീയ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. അടിയന്തരമായി വാഹനങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും എത്തിച്ച് ഡ്രൈവിംഗ് സ്കൂളിന്റെ പ്രവർത്തനം സുതാര്യമാക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. ചാവക്കാട് എടക്കഴിയൂർ അതിർത്തി ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപം സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രിക മരിച്ചു. മലപ്പുറം പാലപ്പെട്ടി തെക്കേപ്പുറത്ത് ഷാനവാസ് ഭാര്യ 40 വയസ്സുള്ള മുംതാസാണ് മരിച്ചത്. സ്കൂട്ടർ ഓടിച്ചിരുന്ന മകൻ ഷാൽബിൻ പരിക്കുകളോടെ ഹയാത്ത് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെ ദേശീയപാത എക്സിറ്റ് പോയിന്റിൽ വെച്ചായിരുന്നു അപകടം. ബ്ലാങ്ങാടുള്ള സഹോദരന്റെ വീട്ടിൽ പോയി പാലപ്പെട്ടിയിലേക്ക് മടങ്ങുകയായിരുന്നു ഇരുവരും. പരിക്കേറ്റ മുംതാസിനെ എടക്കഴിയൂർ കെൻസ് ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. മേൽ നടപടികൾക്ക് ശേഷം ഇന്ന് പാലപ്പെട്ടിയിൽ ഖബറടക്കം നടത്തി. ഷംന, ജന്നത്ത്, മുഹമ്മദ്, ഷാൽബിൻ എന്നിവർ മക്കളാണ്. തൃശൂരിൽ ആനയിടഞ്ഞു. കൊല്ലത്ത് നിന്നെത്തിച്ച ശിവം ലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് വിരണ്ടോടിയത്. ജനവാസ മേഖലയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ച വിരണ്ടോടിയ ആന കാറും ബൈക്കും ഓട്ടോയും കുത്തിമറിച്ചിട്ടു. പാറമേക്കാവിൽ തൊഴിയിക്കാൻ എത്തിച്ച ആനയാണ് ഇടഞ്ഞത്. കാലിലെ ചങ്ങല ഉടക്കിയതിനെ തുടർന്ന് ഒരു വീടിന് സമീപത്ത് നിലയുറപ്പിച്ച ആന വീടിന്റെ ഒരു ഭാഗം തകർത്തു. കാറിനകത്ത് ഒരു സ്ത്രീ ഉണ്ടായിരുന്ന സമയത്താണ് ആന കാർ കുത്തിമറിച്ചത്. 2.5 കിലോമീറ്ററോളം ഓടി ജനവാസ മേഖലയിലെത്തിയ ആനയെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തളച്ചത്. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന കണ്ടാണശ്ശേരി പാടശേഖരത്തിൽ രാത്രിയുടെ മറവിൽ നിലം നികത്തിയതിനെതിരെ നടപടി സ്വീകരിച്ച് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും കൃഷി വകുപ്പും. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ചൊവ്വലൂർ ക്ഷേത്രത്തിന് വടക്കുഭാഗത്ത് കണ്ടാണശ്ശേരി പാടശേഖരത്തിൽ ഉൾപ്പെടുന്ന നിലം രാത്രിയുടെ മറവിൽ നികത്തിയതിനെതിരെ നടപടി സ്വീകരിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ്,
വൈസ് പ്രസിഡന്റ് CK സുദീപ, സ്ഥിരം സമിതി ചെയർമാൻ VK ദാസൻ, പഞ്ചായത്ത് അംഗം വിനു ജോൺസൺ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KK രാധാകൃഷ്ണൻ, കൃഷി ഓഫീസർ ഡോക്ടർ ഗായത്രി രാജശേഖരൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. കളക്ടറേറ്റിലേക്കും റവന്യൂ ഡിവിഷൻ ഓഫീസർക്കും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൃഷി ഓഫീസിൽ നിന്നും വില്ലേജ് ഓഫീസിൽ നിന്നും സ്ഥലപരിശോധന നടത്തി റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. നിലം നികത്തലിനെതിരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിക്കുന്നതിന് പോലീസിന് പഞ്ചായത്ത് ഭരണസമിതി നിർദ്ദേശം നൽകി. തിച്ചൂരിൽ യുവാവ് ഷോക്കേറ്റു മരിച്ചു. എട്ടാമാട്ടിൽ മണ്ണൂരിൽ അസീസിന്റെ മകൻ അജ്മലാണ് മരിച്ചത്. 24 വയസ്സാണ്. വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിയോടെയാണ് സംഭവം. നിർമ്മാണത്തിലുള്ള പുതിയ വീടിന്റെ ഇലക്ട്രിക്കൽ ജോലിക്കെത്തിയതായിരുന്നു അജ്മൽ. ജോലിക്കിടയിൽ ഇരുമ്പ് കോണിയിൽ നിന്ന് താഴെ വീഴുകയായിരുന്നു. ഉടൻ തന്നെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഷോക്കേറ്റ് മരിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. ജമീല മാതാവാണ്. തൃത്താല മണ്ഡലത്തിൽ നേരത്തെ നെല്ല് സംഭരിച്ച മുഴുവൻ കർഷകർക്കും വരുന്ന തിങ്കളാഴ്ചയോടുകൂടി PRS ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചതായി VT ബൽറാം MLA അറിയിച്ചു. സപ്ലൈകോ അധികൃതർ ഇത് സംബന്ധിച്ച് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. MLA-യായി ചുമതലയേറ്റ ശേഷം വകുപ്പ് തല ഉദ്യോഗസ്ഥരുമായി നടത്തിയ ആദ്യത്തെ ഔദ്യോഗിക യോഗത്തിലാണ് കർഷകർക്ക് ആശ്വാസമേകുന്ന ഈ തീരുമാനം. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന അധിക തൂക്കത്തിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾക്കും യോഗത്തിൽ പരിഹാരമായിട്ടുണ്ട്. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഗ്യാരണ്ടിയോടെ കേരള ബാങ്കിന് കൂടുതൽ പണം അനുവദിക്കാനും അതുവഴി പ്രാഥമിക സഹകരണ സ്ഥാപനങ്ങൾക്ക് വായ്പ നൽകി കർഷകരിലേക്ക് എത്രയും വേഗം തുക എത്തിക്കാനുമാണ് ഇപ്പോൾ ശ്രമം നടത്തിവരുന്നതെന്നും MLA പറഞ്ഞു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മാരിയത്ത് കിപ്തിയ, വിവിധ കൃഷിഭവനുകളിലെ കൃഷി ഓഫീസർമാരായ മുഫീദ, നീതു, സൂര്യ, ബിഷാര, ആയിഷ, ശ്രീലക്ഷ്മി, ആനക്കര കൃഷി അസിസ്റ്റന്റ് സുജന, സഹകരണ ബാങ്ക് സെക്രട്ടറിമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വെള്ളിയാങ്കല്ല് തടയണയുടെ സംരക്ഷണ ഭിത്തി പുനർനിർമ്മാണം നടക്കുന്ന ഭാഗത്തെ മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്ത് VT ബൽറാം MLA-യും ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി. പുഴവക്കിടിയിൽ ഭീതിയിൽ കഴിയുന്ന പ്രദേശവാസികളുടെ ആശങ്കയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം CCTV വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് നടപടി. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് തടയണയുടെ സംരക്ഷണ ഭിത്തി പുനർനിർമ്മാണം നടക്കുന്ന ഭാഗത്തെ മണ്ണിടിഞ്ഞു വീണത്. യജ്ഞേശ്വരം ക്ഷേത്രത്തിന്റെ പുഴയിലേക്കിറങ്ങുന്ന പടിക്കെട്ടുകളോട് ചേർന്ന ഭാഗത്തെ മണ്ണാണ് പുഴയിലേക്ക് ഇടിഞ്ഞു വീഴുന്നത്. മഴക്കാലമെത്താൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പുഴവക്കിടിയിൽ ആശങ്കയിലായിരുന്നു വെള്ളിയാങ്കല്ല് യജ്ഞേശ്വരം ക്ഷേത്ര പരിസരത്തെ താമസക്കാരും നാട്ടുകാരും. മഴക്കാലത്ത് പുഴയിലെ അതിശക്തമായ കുത്തൊഴുക്കിൽ കരഭാഗം പൂർണ്ണമായി പുഴയെടുക്കുമോയെന്ന ആശങ്കയിലാണ്. തുടർന്ന് വെള്ളിയാങ്കല്ല് തടയണയുടെ പാർശ്വഭിത്തി രണ്ടാം ഘട്ട പുനരുദ്ധാരണ പ്രവൃത്തി പുരോഗതി വിലയിരുത്താനും നിർദ്ദേശങ്ങൾ നൽകാനും VT ബൽറാം MLA പദ്ധതി പ്രദേശം സന്ദർശിച്ചു. റിംഗ് ബണ്ട് നിർമ്മാണം, സംരക്ഷണ ഭിത്തിയുടെ പുനർനിർമ്മാണം, കോൺക്രീറ്റ് അടിത്തറ പുനരുദ്ധാരണം, അപ്സ്ട്രീം ഡൗൺസ്ട്രീം അടക്കമുള്ള പണികൾ പുരോഗമിക്കുന്ന പദ്ധതി പ്രദേശത്ത് അദ്ദേഹം സന്ദർശനം നടത്തി. പക്ഷേ കഴിഞ്ഞ 5 വർഷമായിട്ട് ആ പ്രവൃത്തി നടന്നിട്ടില്ല എന്നുള്ള ദുഃഖകരമായിട്ടുള്ള അവസ്ഥയാണുള്ളത്. പല സാങ്കേതിക കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതുവരെയായിട്ട് ആ പണി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഈ യജ്ഞേശ്വരം ക്ഷേത്രത്തിൻ്റെ ഒട്ടുപുറയടക്കം മണ്ണിടിഞ്ഞ് പോയി അപകടസ്ഥിതിയിലാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ റീറ്റെയിനിങ് വാൾ പ്രവൃത്തി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള അജണ്ട. അതിനുവേണ്ടി ഞാനിന്ന് ഇറിഗേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥരും കോൺട്രാക്ടറും മറ്റ് ജനപ്രതിനിധികളുമായിട്ട് ഇവിടെ സ്ഥലം നേരിട്ട് സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ്. മഴക്കാലത്തിനു മുമ്പായി കോൺക്രീറ്റ് അടിത്തറ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നും എല്ലാ പ്രവൃത്തികളും സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്നും MLA നിർദ്ദേശിച്ചു. മഴക്കാലത്തിന് മുൻപ് തന്നെ അത് പൂർത്തീകരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതിൻ്റെ എത്രത്തോളം ഉണ്ടെന്നറിയില്ല. അപ്പോൾ ഞാൻ ഇന്നലെയാണ് ചുമതല ഏറ്റെടുത്തത്. ഇന്ന് തൊട്ടാണ് ഇത് വിലയിരുത്താൻ സാധിച്ചത്. അപ്പോൾ ഏതായാലും അത് പൂർത്തീകരിക്കണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി അതിനു വേണ്ടിയുള്ള കർമ്മപദ്ധതികളുമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ്. യജ്ഞേശ്വരം അമ്പലത്തിൽ ബലിയിടൽ കർമ്മങ്ങൾക്കായി പുഴയിലേക്ക് ഇറങ്ങുന്നതിന് സ്റ്റെപ്പുകളുടെ കാര്യവും MLA പറഞ്ഞു. വെള്ളിയാങ്കല്ല് ബലിതർപ്പണത്തിനൊക്കെ വലിയ പേരുകേട്ട സ്ഥലമാണ്. നിരവധി വിശ്വാസികൾ എല്ലാ വർഷവും ഇവിടെ ആ കാര്യങ്ങൾക്കായിട്ട് വരുന്നതാണ്. അപ്പോൾ അവർക്ക് കൂടി സൗകര്യപ്രദമാവുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത് കൂടി ഇവരുടെ ആവശ്യമായിട്ട് ഉയർന്നിട്ടുണ്ട്. അതിൻ്റെ സാങ്കേതികത്വം പരിശോധിച്ചുകൊണ്ട് ബലിതർപ്പണത്തിന് ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യം കൂടി ഇതിൻ്റെ അഡീഷണൽ വർക്കായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് പുതിയ ഫണ്ട് അനുവദിക്കുകയും അതിനുവേണ്ടിയുള്ള മറ്റ് നടപടിക്രമങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ ജലസേചന വിഭാഗം ചമ്രവട്ടം പ്രൊജക്ട് തൃത്താല സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ VH ഹരിത, തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയന്തി വിജയകുമാർ, പരുതൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ PM സക്കറിയ, പട്ടിത്തറ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K വിനോദ്, തൃത്താല പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പത്തിൽ അലി,
ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി ദിവ്യ, യു ടി താഹിർ, പഞ്ചായത്ത് അംഗം ഷബ്ന നിഷാദ്, പി വി മുഹമ്മദ് അലി, ടി കെ ചേക്കുട്ടി എന്നിവർ പങ്കെടുത്തു. മണ്ണിടിഞ്ഞ ഭാഗത്ത് തടയണയുടെ അടിഭാഗത്ത് സ്ഥാപിച്ചിരുന്ന കോൺക്രീറ്റ് ബ്ലോക്കുകൾ അടുക്കിവെച്ച് താൽക്കാലിക സംരക്ഷണ ഭിത്തി ഒരുക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. വേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്നതിന്റെ ഭാഗമായി ചാവക്കാട് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സ്കൂളുകളിൽ പരിശോധന ആരംഭിച്ചു. കെട്ടിടത്തിന്റെ ബലം, ഫയർ, ഇലക്ട്രിക്കൽ, ശുചിമുറിയുടെ വൃത്തി, പരിസരവൃത്തി തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. കൃത്യമായ സർക്കാർ ചട്ടം പാലിക്കാത്തവർക്ക് ഫിറ്റ്നസ് നൽകില്ലെന്ന് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു. ചില സ്കൂൾ പരിസരം പുല്ല് മൂടിക്കിടക്കുകയാണെന്നും അവ വൃത്തിയാക്കിയാൽ മാത്രമേ ഫിറ്റ്നസ് നൽകുവെന്നും അധികൃതർ പറഞ്ഞു. സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 സനിൽ രാജ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CL ടോണി, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ശിവപ്രസാദ് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചു. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് കൂട്ടിയത്. 10 ദിവസത്തിനുള്ളിൽ 3ാം തവണയാണ് വില കൂട്ടുന്നത്. തിരുവനന്തപുരത്ത് പെട്രോൾ വില 112 രൂപ 60 പൈസയായി. ഡീസൽ വില 101 രൂപ കടന്നു. കൊച്ചിയിൽ പെട്രോളിന് 110 രൂപ 60 പൈസയും ഡീസൽ വില 99 രൂപ 54 പൈസയുമായി. ഗുരുവായൂരിലെ തറവാട്ടു വീട്ടിൽ വിരുന്നെത്തിയ വീട്ടമ്മയ്ക്ക് പാമ്പുകടിയേറ്റു. കുന്നംകുളം കിഴൂർ മൂലായിൽ പരേതനായ വിജയന്റെ ഭാര്യ ചാരുപടിക്കൽ 58 വയസ്സുള്ള രമയ്ക്കാണ് അണലിക്കുഞ്ഞിന്റെ കടിയേറ്റത്. ശനിയാഴ്ച രാവിലെ 10:30യോടെയാണ് സംഭവം. പടിഞ്ഞാറെ നടയിൽ നരേങ്ങത്തുപറമ്പിലെ തറവാട്ടു വീട്ടിലേക്ക് വിരുന്നു വന്നതായിരുന്നു. രാവിലെ കഴുകിയ തുണികൾ മുറ്റത്തെ അയൽ ഉണക്കാനിടുന്നതിനിടെ നിലത്തുണ്ടായിരുന്ന അണലിക്കുഞ്ഞിന്റെ പുറത്ത് അബദ്ധത്തിൽ ചവിട്ടുകയും കടിയേൽക്കുകയുമായിരുന്നു. ഉടൻ തന്നെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് മാറ്റി. കൃത്യസമയത്ത് ആന്റിവെനം നൽകാൻ സാധിച്ചതിനാൽ അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. പഴഞ്ഞി ജലജീവൻ പദ്ധതിയുടെ പൈപ്പ് റോഡരികിൽ കൂട്ടിയിട്ടത് യാത്രക്കാരെ വലയ്ക്കുന്നു. ഗവൺമെന്റ് ഹൈസ്കൂൾ മതിലിനോട് ചേർന്നാണ് 1 വർഷം മുമ്പ് പൈപ്പുകൾ കൂട്ടിയിട്ടത്. പിന്നീട് ഈ പൈപ്പുകൾ ഉപയോഗിക്കാൻ എടുത്തില്ല. റോഡരികിൽ കൂട്ടിയിട്ട പൈപ്പിൽ പാഴ്പുല്ലുകൾ നിറഞ്ഞ നിലയിലാണ്. പൈപ്പിനുള്ളിൽ ഇഴജന്തുക്കൾ ഉണ്ടാകുമെന്ന പേടിയിലാണ് നാട്ടുകാർ. എത്രയും വേഗം പൈപ്പ് നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചാലിശ്ശേരി ഗവൺമെന്റ് LP സ്കൂൾ ശതാബ്ദി തിളക്കത്തിൽ. 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി 1 വർഷം നീണ്ടു നിൽക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂൾ മുറ്റം കട്ടവിരിച്ച് മനോഹരമാക്കി. ജനകീയ പങ്കാളിത്തത്തോടെയാണ് സ്കൂൾ മുറ്റം കട്ടവിരിക്കൽ പൂർത്തിയാക്കിയത്. മെയ് 16-ന് ആരംഭിച്ച പ്രവർത്തനങ്ങളാണ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പായി അതിവേഗം പൂർത്തിയാക്കിയത്. ഗ്രാമവാസികൾ, വ്യാപാരികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപകർ തുടങ്ങി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കൈത്താങ്ങുകളാണ് വികസന പ്രവർത്തനങ്ങൾക്ക് കരുത്തായത്. അപകടാവസ്ഥയിലായിരുന്ന പഴയ ഓഡിറ്റോറിയം മാറ്റി ഏകദേശം 3000 ചതുരശ്ര അടി വിസ്തൃതിയിലുള്ള സ്ഥലത്താണ് കട്ടവിരിക്കൽ നടത്തിയത്. 470ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം പാഠ്യേതര രംഗങ്ങളിലും മുന്നിലാണ്. കുടിവെള്ള ശുദ്ധീകരണ പ്ലാന്റ്, CCTV സംവിധാനം, സൗണ്ട് സിസ്റ്റം, പുതിയ ഓഡിറ്റോറിയം, കുട്ടികൾക്കായുള്ള പാർക്ക്, ശീതീകരിച്ച ക്ലാസ് മുറികൾ തുടങ്ങിയ വികസന പദ്ധതികളും ലക്ഷ്യമിടുന്നുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഹെഡ്മാസ്റ്റർ E ബാലകൃഷ്ണൻ, PTA പ്രസിഡന്റ് VS ശിവാസ്, വൈസ് പ്രസിഡന്റ് അനീഷ് തോലത്ത്, KK മുരളി, ഷർഫു, മുത്തു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. എറണാകുളത്തെ കുന്നത്തുനാട് മണ്ഡലത്തിലെ മലയിടം തുരുത്ത് പാരിയത്തുകാവ് പട്ടികജാതി ഉന്നതിയിലെ പോലീസ് ദളിത് വേട്ടയിൽ പ്രതിഷേധിച്ച് PKS ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. PKS ജില്ലാ കമ്മിറ്റി അംഗം KA ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ ജോയിന്റ് സെക്രട്ടറി PS അശോകൻ അധ്യക്ഷത വഹിച്ചു. KK ദാസൻ, CK അശോകൻ, MK സുരേഷ്, P യതീന്ദ്രദാസ്, സുരേഷ് ബാബു, KC മണികണ്ഠൻ, MM സുമേഷ് എന്നിവർ സംസാരിച്ചു. ഭാരതീയ മസ്ദൂർ സംഘം BMS എരുമപ്പെട്ടി പഞ്ചായത്ത് സമ്മേളനം നടന്നു. നെല്ലുവായ് വായനശാല ഹാളിൽ BMS തൃശൂർ ജില്ലാ ഖജാൻജി വിപിൻ മംഗലം ഉദ്ഘാടനം ചെയ്തു. PK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ BMS മേഖലാ പ്രസിഡന്റ് KM റെജി മുഖ്യപ്രഭാഷണം നടത്തി. BMS വടക്കാഞ്ചേരി മേഖലാ വൈസ് പ്രസിഡന്റുമാരായ AR ഭരതൻ, M ജയപ്രകാശ്, PK രാധാകൃഷ്ണൻ, മേഖലാ ജോയിന്റ് സെക്രട്ടറി PL സുന്ദര ഗണേശൻ, ഐശ്വര്യ ദേവി എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് TS മനോജ്, സെക്രട്ടറി A ദിബിൻ, ട്രഷറർ T ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റുമാർ CK രാജൻ, ജോയിന്റ് സെക്രട്ടറി രാമകൃഷ്ണൻ എന്നിവരെ യോഗം തെരഞ്ഞെടുത്തു.
ബഹുജന പങ്കാളിത്തത്തോടെ കടവല്ലൂർ പഞ്ചായത്ത് നടത്തുന്ന മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെ നടത്തുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് KM സലിം അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രഭാത് മുല്ലപ്പള്ളി, ബിന്ദു ടീച്ചർ, പഞ്ചായത്ത് മെമ്പർമാർ, CDS ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ശൈലേഷ്, JHIമാർ, അംഗൻവാടി ടീച്ചർമാർ, ആശാ വർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു. അക്കിക്കാവ്, പെരുമ്പിലാവ് യൂണിറ്റുകൾ സംയുക്തമായി മലർവാടി ബാലോത്സവം 2026 മോഡേൺ നഗറിൽ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ ശാരീരിക, മാനസിക, സാമൂഹിക വളർച്ചയ്ക്ക് അനിവാര്യമായ വിവിധയിനം മത്സരങ്ങളോടെ ആരംഭിച്ച ബാലോത്സവം ജമാഅത്തെ ഇസ്ലാമി അക്കിക്കാവ് വനിതാ യൂണിറ്റ് പ്രസിഡന്റ് സുമയ്യ മൻസൂർ ഉദ്ഘാടനം ചെയ്തു. ഗൻസ സലാഹുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. MH ജാസ്മിൻ, സമീറ, റുബീന നസീർ എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. വിജയികളായ വിദ്യാർത്ഥികൾക്ക് സമ്മാന വിതരണവും നടത്തി. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രം സർപ്പക്കാവിൽ പുനഃപ്രതിഷ്ഠാ ചടങ്ങ് ഭക്തി നിർഭരമായി. പാതിരിക്കുന്നത്ത് മന സദാനന്ദൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉപദേശക സമിതി അംഗങ്ങളായ M രാമകൃഷ്ണൻ, K ചന്ദ്രദാസ്, ജയൻ മാരാത്ത്, ശശി പൂലോത്ത്, മാതൃസമിതി ഭാരവാഹികൾ, ക്ഷേത്ര ഉപദേശക സമിതി, കണ്ണകി മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം നഗരസഭയിൽ സാക്ഷരതാ മിഷൻ 10ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ രജിസ്ട്രേഷൻ ആരംഭിച്ചു. മെയ് 5 മുതൽ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 96 56 72 83 13 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 14,580 രൂപ, പവന് 1,16,640 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 285 രൂപ. ചരമം. തിരുവങ്കിടം തരകൻ ലൂയിസ് ഭാര്യ ത്രേസ്യ നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം 4:30 ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദൈവാലയ സെമിത്തേരിയിൽ നടത്തി. വാഗ അരീക്കര വേലായുധൻ മകൻ ജനാർദ്ദനൻ നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉദ്ഘാടനം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ടും ഗുരുവായൂർ KSRTC ഡ്രൈവിംഗ് സ്കൂളിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിശ്ചലാവസ്ഥയിലെന്ന് ആക്ഷേപം. പരിശീലനത്തിലായി പണമടച്ചവർ ദുരിതത്തിൽ. ജനകീയ പ്രതിഷേധത്തിലേക്ക് കടക്കാൻ ഒരുങ്ങി നാട്ടുകാർ. ചാവക്കാട് എടക്കഴിയൂരിൽ സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രിക മരിച്ചു. മലപ്പുറം പാലപ്പെട്ടി തെക്കേപ്പുറത്ത് മുംതാസാണ് മരിച്ചത്. തിച്ചൂരിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. തൃശൂരിൽ ആനയിടഞ്ഞു. കൊല്ലത്ത് നിന്നെത്തിച്ച ശിവം ലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് വിരണ്ടോടിയത്. ജനവാസ മേഖലയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ച് വിരണ്ടോടിയ ആന കാറും ബൈക്കും ഓട്ടോയും കുത്തിമറിച്ചു. കണ്ടാണശ്ശേരി പാടശേഖരത്തിൽ രാത്രിയുടെ മറവിൽ നിലം നികത്തിയതിനെതിരെ നടപടി സ്വീകരിച്ച് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും കൃഷിവകുപ്പും. നിലം നികത്തലിനെതിരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിക്കുന്നതിന് പോലീസിന് നിർദ്ദേശം നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ചരമവാർഷികാചരണം. CCTVയുടെ പഴഞ്ഞിയിലെ മൗര്യ കേബിൾ വിഷൻ ഉടമ കാട്ടകമ്പാൽ പുലിക്കോട്ടിൽ വീട്ടിൽ സന്തോഷ് P. ചെറിയാന്റെ 5ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതന്റെ പാവന സ്മരണകൾക്ക് മുന്നിൽ കുടുംബാംഗങ്ങൾക്കൊപ്പം മൗര്യ കേബിൾ നെറ്റ്വർക്കിലെയും പഴഞ്ഞി iNet-ലെയും സ്റ്റാഫ്സ് ആൻഡ് മാനേജ്മെന്റ്.